നമസ്കാരം. പൂരം കലക്കിയതാര്, എന്തിനു വേണ്ടി എന്നീ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും വ്യക്തമായ ഉത്തരമില്ല. PV അൻവർ MLA കൊളുത്തുവിട്ട ബോംബ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കുകയാണ്. വിശദമായി നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യം പ്രധാന വാർത്തകൾ. ADGP MR അജിത് കുമാർ RSS നേതാവ് റാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കൂടിക്കാഴ്ച കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ. ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നത് CPM മാത്രമെന്ന് വിജയരാഘവൻ. കൂടിക്കാഴ്ച ദുരൂഹമെന്ന് ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP RSS നേതാവിനെ കണ്ടതെന്ന് VD സതീശൻ. ദുരൂഹമെന്ന് KC വേണുഗോപാൽ. ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് K മുരളീധരൻ. ADGPയുടെ കൂടിക്കാഴ്ച ആനക്കാര്യമല്ലെന്ന് K സുരേന്ദ്രൻ. MR അജിത് കുമാറിനെതിരെ സ്വർണ്ണക്കേസ് പ്രതി സരിത്ത്. സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞുകൊടുത്തത് ADGP എന്ന് വെളിപ്പെടുത്തൽ. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് സഹായിക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞിരുന്നു. നിഷേധിക്കാത്ത സ്വപ്ന. അന്വേഷണം വേണമെന്ന് അൻവർ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ PV അൻവറിന്റെ മൊഴിയെടുക്കുന്നു. മൊഴിയെടുക്കുന്നത് തൃശൂർ DIG. പോലീസിലെ 10% ക്രിമിനലുകളെന്ന ആരോപണം. മുകേഷിനോട് പോലീസ് വിവേചനം കാണിച്ചെന്നും MLA. കോഴിക്കോട് മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. അന്വേഷണത്തിൽ പ്രതീക്ഷയെന്ന് കുടുംബം. നടക്കുന്നത് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ബലാത്സംഗ പരാതിയിൽ മലപ്പുറം SPക്ക് പരാതി നൽകി ഉദ്യോഗസ്ഥർ. പിന്നിൽ മുട്ടിൽ മരമുറി കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തടയാനെന്ന് പരാതി. ബലാത്സംഗ പരാതിയിൽ FIR എടുക്കാത്തതെന്നും PV അൻവർ. ബലാത്സംഗ കേസിൽ മുകേഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ. സെഷൻസ് കോടതി വിധിയിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ അപ്പീൽ. നിവിൻ പോളിക്കെതിരെ പരാതി നൽകിയ പരാതിക്കാരിയുടെ മൊഴിയെടുക്കുന്നു. സിനിമാ മേഖലയിൽ പെരുമാറ്റച്ചട്ടം വേണമെന്ന് WCC. വിശദമായി നോക്കാം. ADGP MR അജിത്ത് മുതിർന്ന RSS നേതാവ് റാം മാധവിനെ കണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. കോവളത്തെ ഹോട്ടലിലായിരുന്നു കൂടിക്കാഴ്ച. ദത്താത്രേയ ഹൊസബലയെ കണ്ടെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നാണ് വിശദീകരണം. BB വിനോദിന്റെ റിപ്പോർട്ട്. ADGP RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ വിവാദമായിരിക്കുന്നത്. ഇത് ഇടതുമുന്നണിയിൽ തന്നെ ഒരു ചേരിപ്പോരിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ എന്തിനായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് ചോദിക്കുകയാണ്. മുന്നണിയിലെ തന്നെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയുടെ നേതാവാണ്, സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നത്. തീർച്ചയായും സർക്കാർ ഇക്കാര്യത്തിന് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, തൃശൂരിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ പ്രതികരിച്ചത് ഒരു വശത്തുള്ള ആളുകൾ ആരാണെന്ന് മനസ്സിലായി. തൃശൂർ പൂരം കലക്കിയതിൽ ഇനി മറുവശത്തുള്ള ആളുകൾ ആരാണ്, അതാണ് വ്യക്തമാകേണ്ടത്. അതായത് ADGPയുടെ ഈ RSS നേതാക്കളുമായുള്ള സന്ദർശനത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിർപ്പ് ഉയർന്നു വരികയാണ്. RSSന്റെ ദേശീയ സെക്രട്ടറി ഹൊസബലെ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെയാണ് പാറമേക്കാവിലെത്തി കണ്ടത്. കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഈ കൂടിക്കാഴ്ച. പിന്നെ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ മീഡിയകൾ പറഞ്ഞു വരുന്നത് എന്താ, ഇപ്പോ ഇദ്ദേഹം അവിടെ സന്ദർശനം നടത്തിയത് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പൂരത്തിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ അപ്പൊ അതിലെ ഒരു കക്ഷി RSS ആണെന്ന് നിങ്ങളിപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ ഒരു കക്ഷി BJP ആണെന്നുള്ളതാണ്, അല്ലെങ്കിൽ RSS ആണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കൂടിക്കാഴ്ച അജിത് കുമാർ നിഷേധിക്കുന്നില്ല. ആ സമയത്ത് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. റാം മാധവുമായുള്ള കൂടിക്കാഴ്ച തിരുവനന്തപുരത്തായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 2 തവണ ഈ കൂടിക്കാഴ്ച നടന്നു. കോവളത്തടക്കം കൂടിക്കാഴ്ച ഉണ്ടായി. MR അജിത് കുമാർ ഇത് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വിശദീകരണമായി കൊടുത്തത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് RSS പ്രവർത്തകനാണ്. അദ്ദേഹവുമായുള്ള അടുപ്പത്തെ തുടർന്ന് ഈ കൂടിക്കാഴ്ച നടന്നുവെന്നാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതാണോ? അല്ല, എന്താണ് എന്താ നിങ്ങൾ എന്താ വലിയ സംഭവമായിട്ട് കാണുന്നത്?
ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ പോയി. എന്താ അതിൽ ഇത്ര ആനക്കാരി ഇരിക്കുന്നത്? അല്ല, ADGP തന്നെ സമ്മതിച്ചിട്ടുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇല്ലെന്ന് പറയുന്നു? എന്നാൽ ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയായ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടത്തിയത്? അവിടെയാണ് രാഷ്ട്രീയമായ സംശയങ്ങൾ ഉയരുന്നത്. പ്രതിപക്ഷം ആരോപണത്തിന്റെ മൂർച്ച കൂട്ടിയിട്ടുണ്ട്. അവർ പറയുന്നത് ആ പാലമാണ് RSSനും BJPക്കും അതോടൊപ്പം തന്നെ CPMനും ഇടയ്ക്കുള്ള പാലമായി ADGP പ്രവർത്തിക്കുന്നുണ്ട്. പല കേസുകളും സെറ്റിൽ ചെയ്യാനുള്ള നീക്കമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളടക്കം ഉൾപ്പെട്ട കേസുകൾ SFIയുടെ അന്വേഷണം എവിടെയെത്തി? കരുവന്നൂരിലെ അന്വേഷണം എവിടെയെത്തി? തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക, ഇതിനുവേണ്ടി ഗൂഢാലോചന നടത്തി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുകയായിരുന്നു. ഈ കാര്യമാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയായി ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട് ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല എന്ന ചോദ്യവും ഒരു വശത്ത് അവശേഷിക്കുന്നുണ്ട്. DGPയുടെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് ADGPക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നത്. DGPക്ക് തന്നെ ADGPയുടെ പല പ്രവൃത്തികളിലും അസംതൃപ്തി ഉണ്ടായിരുന്നു. DGPയെ മറികടന്ന് പല ഉത്തരവുകളും പുറത്തിറക്കിയിരുന്നു. സേനയുടെ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുത്തു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അറിയാതെ ADGPയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവുകൾ പുറത്ത് ഇറങ്ങുകയും അത് പിന്നീട് തിരുത്തേണ്ടിയും വന്ന സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും അതിനപ്പുറത്തേക്ക് വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അജിത് കുമാറിനെതിരെ നേരത്തെ തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് വീണ്ടും ശക്തമാവുകയാണ്. സരിത്തിന്റെ കസ്റ്റഡിയും ഫോൺ പിടിച്ചെടുത്തതും അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് മേധാവിയായിരുന്നപ്പോഴാണ് സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്നയുടെ സുഹൃത്തായ സരിത്തിനെ ഇങ്ങനെ കസ്റ്റഡിയിലെടുത്തതും ഫോൺ പിടികൂടിയതും ആ തരത്തിലുള്ള നടപടികൾ. അതിനുശേഷം വിജിലൻസ് സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുന്നു. എന്നാൽ 3 മാസം കഴിയുമ്പോഴേക്കും അജിത് കുമാർ വീണ്ടും ADGP ലോ ആൻഡ് ഓർഡർ എന്ന നിലയിലേക്ക് വരികയാണ്. അജിത് കുമാറിന്റെ പല നടപടികളും ഈ തരത്തിൽ വിവാദമായിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി അജിത് കുമാർ ഇങ്ങനെ വഴിവിട്ട് പ്രവർത്തിക്കുന്നു എന്ന ആരോപണം. ഇപ്പോൾ ഈ ആരോപണങ്ങൾക്ക് ശക്തി കൂടിയത് പ്രതിപക്ഷത്തിന്റെ വാദം കൊണ്ട് മാത്രമല്ല, ഭരണപക്ഷത്തു നിന്ന് PV അൻവർ കൂടി ഈ ആരോപണം ഉന്നയിക്കുന്നു. ADGP കൊല നടത്തിയിട്ടുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ഇടപെടുന്നുണ്ട്, ഈ സ്വർണം പൊട്ടിക്കൽ സംഘത്തിന്റെ ഭാഗമായി സ്വർണം തട്ടിയെടുക്കുന്നുണ്ട്, മയക്കുമരുന്ന് ലോബിയുമായി ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ റോൾ മോഡൽ എന്നുകൂടി അൻവർ പറഞ്ഞു വയ്ക്കുന്നു. ഈ തരത്തിൽ അജിത് കുമാറിനെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അന്വേഷണം 1 മാസ കാലാവധി വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.